മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച തലസ്ഥാന നഗരിയിൽ നടത്തിയ പ്രകടനം സംഘർഷഭരിതമായി. തലസ്ഥാനം യുദ്ധക്കളത്തിന് സമാനമായി. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി. പ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച സമരം നടത്തി. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡുകൾ താളാത്മകമായി തള്ളി മാറ്റിക്കൊണ്ട് ആണ്
യുവമോർച്ചയുടെ പ്രതിഷേധം നടത്തിയത്. ജലപീരങ്കി 3 വട്ടം പ്രയോഗിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാഴ നട്ടുവളർത്തിക്കൊണ്ടുള്ള ഒരു പ്രതീകാത്മകമായ പ്രക്ഷോഭവും നടത്തുകയുണ്ടായി. വിഷ്ണു കരുണാകരൻ ഈ പ്രക്ഷോഭത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. വിഷ്ണു. തീർച്ചയായിട്ടും മനേഷ്, വലിയ ഒരു പ്രതിഷേധമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയത്. 3 പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം SDPI പ്രവർത്തകരുടെ പ്രതിഷേധമായിരുന്നു. അതിന് തൊട്ടു മുന്നാലെ RYF പ്രതിഷേധമായിരുന്നു. അതിനുശേഷമാണ് യുവമോർച്ചയുടെ പ്രതിഷേധം വന്നത്. എല്ലാ പ്രതിഷേധങ്ങൾക്കും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ പ്രതിഷേധങ്ങളും വലിയ ശക്തമായ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് ഓടിക്കയറുന്നതിനിടെ പോലീസ്, അതായത് മതിൽ കടക്കാതെ തന്നെ പോലീസ് പ്രതിരോധിക്കുകയുണ്ടായി. പോലീസുമായി ചെറിയ ഉത്തും തള്ളുമെല്ലാം ഉണ്ടായി. അതിനുശേഷം യുവമോർച്ച പ്രവർത്തകർ വീണ്ടും പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു, ആവർത്തിച്ചാണ് പ്രയോഗിച്ചത്. അത് വലിയൊരു പ്രതിഷേധം. പിന്നീട് പോലീസുമായി ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. ഗേറ്റിന് മുന്നിലുള്ള ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം യുവമോർച്ച പ്രവർത്തകർ നടത്തി. മുഖ്യമന്ത്രിയുടെ രാജി എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന. ADGP MR അജിത് കുമാറിന്റെ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ വിമർശനം. ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടപടി എടുത്തില്ല എന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നും ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു എല്ലാ വിവിധ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നത്. യുവമോർച്ച അതിൽ തന്നെയാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ഏതായാലും സെക്രട്ടേറിയറ്റിലേക്ക് കൊടിയും വടിയും വരെ എറിഞ്ഞ് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഉന്തുതള്ളുമുണ്ടായി. കടുത്ത പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 5 തവണയിലധികം ജലപീരങ്കി ഉപയോഗിച്ച ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പോലീസുമായി ചെറിയ സംഘർഷ സാധ്യതയെല്ലാം ഉണ്ടായത് ഈ പ്രതിഷേധം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഉന്തും തള്ളുമുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച നടത്തിയ മാർച്ചിലും പ്രതിഷേധത്തിലുമാണ് കയ്യാങ്കളിയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായത്. ജലപീരങ്കി നിരവധി തവണ പ്രയോഗിക്കുകയുണ്ടായി. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് വടിയും കല്ലും വലിച്ചെറിയുന്ന അവസ്ഥയും ഉണ്ടായി ഇന്ന്. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിൽ അന്വേഷണം. DGP നേരിട്ട് അന്വേഷിക്കും. സർവീസ് ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ നടപടി. അജിത് കുമാറിനെ മാറ്റണമെന്ന് DGP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി സൂചന.